ഹായ് ഫ്രണ്ട്സ്, ബിൽഡക്കേഴ്സ് ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുവരെയുള്ള ഞങ്ങളുടെ വീഡിയോകൾക്ക് നിങ്ങൾ നൽകിയ പിന്തുണയ്ക്ക് സ്പെഷ്യൽ താങ്ക്സ് ടു എവ്രി വൺ. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് വളരെ രസകരമായിട്ടൊരു വീടാണ്. വളരെ ചെറുതായി, വളരെ ഒതുക്കത്തിൽ, വളരെ ക്യൂട്ടായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു വീടാണെന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഈ വീടുള്ളത് ചങ്ങരംകുളത്തെ കല്ലൂർമയിലാണ്. സാധാരണഗതിയിൽ നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ വീടുകളാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താറ്. പക്ഷേ ഇത് ഒരു കസ്റ്റമേഴ്സിൻ്റെ വീടെന്ന് പറയാൻ കഴിയില്ല. ഇത് നമ്മുടെ തന്നെ സ്വന്തം വീടാണ്. അതായത് ബിൽഡക്കേഴ്സ് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ഒരു പാർട്ടായിട്ടുള്ള സിറാജിൻ്റെ വീടാണ്. നമ്മുടെ കല്ലൂർമലെ പുത്തൻപീടിയേക്കൽ മായൻകുട്ടി ഹാജിയുടെ മകൻ സിറാജിൻ്റെ വീടാണ്. സിറാജ് ജംഷീന ദമ്പതികളുടെ അവർ താമസിക്കുന്ന അവരുടെ ഏറ്റവും പുതിയ വീടാണ് നമുക്ക് പരിചയപ്പെടുന്നത്. ഇത് വളരെ മനോഹരമായി ഡിസൈൻ ചെയ്ത് അതുപോലെ തന്നെ വളരെ ഭംഗിയായിട്ട് ഇൻറ്റീരിയറൊക്കെ ചെയ്തിട്ടുള്ള വീടാണ്. അപ്പോൾ ഈ വീടിൻ്റെ വിശേഷങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ഈ വീടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുമ്പോൾ നമ്മൾ ആദ്യം തന്നെ മെൻഷൻ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ഈ വീടിന് ആവശ്യമായിട്ടുള്ള ടൈൽസ് ആൻഡ് സാനിറ്ററി ഐറ്റംസ് പൂർണ്ണമായിട്ടും സപ്ലൈ ചെയ്തിട്ടുള്ളത് ചങ്ങരംകുളത്തെ ബിൽഡക്കേഴ്സ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നിന്നാണ്. അത് പിന്നെ സിറാജിൻ്റെ വീട് എന്ന് പറയുമ്പോൾ അത് പ്രത്യേകം എടുത്ത് പറയേണ്ട കാര്യമില്ല. പക്ഷെ എന്നാലും അതൊന്ന് സൂചിപ്പിച്ചത് മാത്രം. നമ്മുടെ ചങ്ങരംകുളത്തെ 25,000 സ്ക്വയർ ഫീറ്റിൽ അബവ് സ്ക്വയർ ഫീറ്റിൽ വരുന്ന വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ഒക്കെ ഉള്ള ടൈൽസ് സാനിറ്ററി ഐറ്റംസിൻ്റെ വളരെ ഹ്യൂജ് കളക്ഷനുള്ള ഷോറൂമാണ് നമ്മുടെ ചങ്ങരംകുളത്തെ ബിൽഡക്കേഴ്സിൻ്റെ ഷോറൂം. ഓരോരുത്തരും ഞങ്ങളെ ഷോറൂം വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്യാണ്. ഇനി എടുത്തു പറയുന്ന മറ്റൊരു കാര്യം, ഇതിൻ്റെ സ്പാൻ ആർക്കിടെക്റ്റിൻ്റെ സുബീഷ് ആൻഡ് ടീമാണ് ഇതിൻ്റെ ഈ വീടിൻ്റെ ഡിസൈനൊക്കെ ചെയ്തിട്ട് ഇത്ര മനോഹരമായിട്ട് വീട് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നമ്മളെ ഈ ബിൽഡക്കേഴ്സ് സ്ഥാപനമായിട്ട് ഏറ്റവും അടുത്ത് അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരാളാണ് സുബീഷ്. അതുപോലെ തന്നെ ഇതിൽ ടൈൽസിൻ്റെ വർക്ക് ചെയ്തിട്ടുള്ളത് ജയൻ പറഞ്ഞാൽ നമ്മൾ ടൈൽ വർക്കേഴ്സിൽ നമ്മൾ ഏറ്റവും ക്ലോസ്ലി അസോസിയേറ്റ് ആയിട്ട് ബിൽഡക്കേഴ്സായിട്ട് നിൽക്കുന്ന ആളാണ്. വളരെ മനോഹരമായിട്ട് വളരെ സ്കിൽഡ് ആയിട്ടുള്ള വർക്കുകൾ ചെയ്യുന്ന ആളാണ് ജയൻ. അപ്പോൾ അദ്ദേഹമാണ് ഇതിൻ്റെ ഈ ടൈൽസിൻ്റെ വർക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇൻറ്റീരിയറിൽ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് ഫാബ്സോണിൻ്റെ ഫൈസലാണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ അണിയറയിൽ പ്രവർത്തിച്ച ആളുകൾ. ഇനിയിപ്പോൾ വീടിൻ്റെ ഡീറ്റെയിൽസൊക്കെ പോകുമ്പോൾ ഇതിൻ്റെ പുറത്തുനിന്നുള്ള ലുക്ക് കണ്ടാൽ തന്നെ അറിയാം. വളരെ ക്യൂട്ടായിട്ടുള്ള വളരെ മനോഹരമായിട്ട് ലുക്കാണ് ഉള്ളത്. നേരെ ഡ്രസ്സ് ചെയ്തിട്ട് ഓടൊക്കെ മനോഹരമായി ചെയ്തിട്ടുണ്ട്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ത്രൂ ഔട്ട് വാളിൽ അതുപോലെ തന്നെ ഈ രണ്ട് പില്ലേഴ്സിലും വളരെ മനോഹരമായിട്ട് ലാക്ട്രിക്കേറ്റ് ടൈൽ യൂസ് ചെയ്തിട്ട് അതിൻ്റെ പാനലിങ് വാൾ പാനലിങ് ചെയ്തിട്ടുണ്ട്. അത് ലാക്ട്രിക്കേറ്റ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഫില്ലിങ് ഇടാതെ വളരെ മനോഹരമായിട്ട് ലുക്കിലാണ് അത് ഞാൻ സ്പെഷ്യലായിട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഫ്ലോറിൽ യൂസ് ചെയ്തിട്ടുള്ളത് അവീറ ബീജ് എന്ന് പറഞ്ഞ 6x4 സൈസിൽ വരുന്ന വളരെ മനോഹരമായിട്ടുള്ളൊരു ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സ്പാർക്കിൾ ബ്രൗൺ എന്ന് പറയുന്ന ഒരു സീരീസിൽപ്പെട്ട സ്ലാബ്, അത് 15 mm തിക്നെസ്സിൽ വരുന്ന സ്ലാബ് മെറ്റീരിയലാണ്. അതിൻ്റെ ടൈലാണ് ഇതിൻ്റെ സീറ്റിലും അതുപോലെ തന്നെ സ്റ്റെപ്പുകളിൽ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ബാക്കി ഇതിനകത്ത് ഇനി എന്തൊക്കെയാണ് മാജിക്കുകൾ നമുക്ക് ഒരുക്കി വെച്ചിട്ടുള്ളത് നമുക്ക് പോയി നോക്കാം. വളരെ മനോഹരമായ ഡോറാണ്. ഡോറ് തുറന്ന് അകത്ത് പോയിട്ട് നമുക്ക് ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ അകത്തേക്ക് പോവാണ്. അകത്തേക്ക് നമുക്ക് ഡോറ് തുറന്ന് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ നേരെ ഒരു ഹാഫ് വാള് കാണാം. അതിൻ്റെ മേലൊരു ഇൻറ്റീരിയർ ഒരു എന്താ പറയുക ഒരു ഷോക്കേസ്, ഒരു പാർട്ടീഷൻ ഷോക്കേസൊക്കെ പോലെ ഒരു സാധനം സെറ്റ് ചെയ്തിട്ടുള്ളത് കാണാം. മനോഹരമായിട്ട് അത് ചെയ്തിട്ടുണ്ട്. ചെറിയ ചെറിയ എലമെൻറ്റ്സ് ഒക്കെ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ട്. അവിടുന്ന് റൈറ്റിലേക്ക് പോയ ഈ വീടിൻ്റെ മെയിൻ പാർട്ടിലേക്കും ലെഫ്റ്റിലേക്ക് പോയ ഇവിടുത്തെ ലിവിങ് ഏരിയയിലേക്കുമാണ്. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് ഇതിൻ്റെ ഒരു പ്രൈവസി വളരെ മനോഹരമായിട്ട് അറേഞ്ച് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ലിവിങ് ഏരിയയിലേക്ക് പോയി കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ട് ഫർണിഷ് ചെയ്തിട്ടുള്ള ഒരു ചെറിയ, അതായത് വളരെ മിനിമലായിട്ട് ഇൻറ്റീരിയർ എലമെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ട് വളരെ മനോഹരമായിട്ട് ഫർണിഷ് ചെയ്തിട്ടുള്ളൊരു ഭാഗമാണിത്. നല്ല ഭംഗിയുള്ള കർട്ടൻസും അതുപോലെ വളരെ കോസി ആയിട്ടുള്ള വളരെ ഭംഗിയുള്ള സോഫയും അതുപോലെ ഒരു സൈഡിൽ TV സെറ്റ് ചെയ്തിട്ടുണ്ട്. ഭംഗിയുള്ളൊരു ടീപ്പോയി, ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഈ ഒരു പോർഷനിൽ ഈ ഒരു ലിവിങ് ഏരിയയിലും ഇതിൻ്റെ ഈ ഒരു ഹാളിൻ്റെ ഈ ഒരു പോർഷനിൽ യൂസ് ചെയ്തിട്ടുള്ള വുഡൻ സ്ട്രിപ്പ് സൈസിൽ വരുന്ന ടൈൽസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ഡൈനിങ് ഏരിയയിലേക്ക്, അതായത് നമ്മൾ ലിവിങ് ഏരിയയിൽ നിന്ന് നേരെ ഡൈനിങ് ഏരിയയിലേക്ക് വരുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ നമുക്ക് ഇവിടെ പുറത്തേക്കുള്ളൊരു വിൻഡോ കൊണ്ട് മനോഹരമായിട്ട് കർട്ടൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ തന്നെ വളരെ ഭംഗിയുള്ള 2 ചെയറുകളും സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മളൊരു ആൻറ്റീക്ക് ലുക്ക് കൂടെ വരുന്ന തരത്തിലുള്ള ഒരു ചെയറും സംവിധാനമാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഇനി ഈ ലിവിങ് ഏരിയയിൽ നിന്ന് നമ്മൾ ഇതിൻ്റെ മെയിൻ പാർട്ടിലേക്ക് പോവുകയാണെങ്കിൽ നേരെ ഇപ്പുറത്തേക്ക് ക്രോസ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളുള്ളത്. ഡൈനിങ് ഏരിയ ഉണ്ട്, അതുപോലെ തന്നെ ഓപ്പൺ കിച്ചൺ ഉണ്ട്,
പിന്നെ മേലക്കുള്ള സ്റ്റെയർസ്. ഇത് എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ ഇത് ഒറ്റ നിലയാണ് ഈ വീട് ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ ഇത് ഫർദർ ഫ്യൂച്ചർ യൂസിന് ആവശ്യം വന്നാൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റെയർ ഇട്ടിട്ടുണ്ട് മേലേക്ക്. ഇത് വളരെ മനോഹരമായി ചെയ്തിട്ടുണ്ട്. എടുത്ത് പറയേണ്ട ഒരു കാര്യം ഇവിടുത്തെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും മിനിമലായിട്ട് ഇൻറ്റീരിയർ ചെയ്തിട്ട് വളരെ മനോഹരമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ മെയിൻ ഫ്ലോറിൽ നമ്മൾ നേരത്തെ പുറത്ത് പറഞ്ഞ അവീറ ബീജ് എന്ന് പറയുന്ന ആ 6x4 സൈസിലുള്ള ഗ്ലോസി ഫിനിഷിലുള്ള ടൈൽ യൂസ് ചെയ്തിട്ടാണ് മെയിൻ ഫ്ലോർ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടുത്തെ ഈ സ്റ്റെപ്പുകൾ, മേലക്കുള്ള സ്റ്റെപ്പുകൾ വളരെ മനോഹരമായിട്ട് സ്പെഷ്യലായി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഒരു ഭാഗത്ത് സ്റ്റെപ്പുകളുടെ അതിൻ്റെ പുറത്ത് നമുക്ക് ഇരിക്കാവുന്ന രീതിയിലുള്ള സംവിധാനം, ഒരു ഫ്ലവർ സെറ്റപ്പൊക്കെ, ഒരു പ്ലാന്റുള്ള സെറ്റപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. ഇതിൽ സ്പാർക്കിൾ ബ്രൗൺ എന്ന് പറഞ്ഞാൽ നേരത്തെ പുറത്ത് പറഞ്ഞ അതേ പറ്റിയിട്ടാണ് സ്റ്റെപ്പിൽ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഭംഗിയായിട്ട് വുഡൻ ഹാൻഡ് റെയിലൊക്കെ കൊടുത്തിട്ട് വളരെ ഭംഗിയായിട്ട് ആ ഒരു സ്റ്റെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇതിൻ്റെ തൊട്ടുപ്പുറത്ത്, സ്റ്റെയറിൻ്റെ തൊട്ടുപ്പുറത്ത് ഇവിടുത്തെ വാഷ് ബേസിൻ കാണാം. വാഷ് ബേസിൻ നമ്മുടെ ബെൽവിറ്റിൻ്റെ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു മോഡലാണ് യൂസ് ചെയ്തിട്ടുള്ളത്, വൈറ്റ് ഫിനിഷിലുള്ള. ഇവിടുത്തെ കൗണ്ടർ ടോപ്പിൽ മെട്രിക്സ് വൈറ്റ്, സൺഹാർട്ടിൻ്റെ തന്നെ 15 mm തിക്നെസ്സിൽ വരുന്ന മെട്രിക്സ് വൈറ്റ് എന്ന് പറയുന്ന മെറ്റീരിയലാണ് അതിൻ്റെ കൗണ്ടർ ടോപ്പ്, വാഷ് ബേസിൻ്റെ കൗണ്ടർ ടോപ്പ് യൂസ് ചെയ്തിട്ടുള്ളത്. അവിടെ മാത്രമല്ല, നമ്മൾ ഇപ്പുറത്തേക്ക് ഇവിടുന്ന് നേരിട്ട് അത് കഴിഞ്ഞ് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഉള്ള ഇവിടുത്തെ ഓപ്പൺ കിച്ചൻ്റെ 2 ഭാഗത്ത് വരുന്ന കൗണ്ടർ ടോപ്പുകൾ യൂസ് ചെയ്തിട്ടുള്ള സെയിം മെട്രിക്സ് വൈറ്റ് തന്നെയാണ്. ഇവിടുത്തെ സ്റ്റെപ്പുകളുടെയും ഈ കൗണ്ടർ ടോപ്പുകളുടെ ഒക്കെ ഒരു ഫിനിഷ്, അതിൻ്റെ ഒരു 45 കട്ട് ചെയ്തിട്ട് വർക്ക് ചെയ്തുള്ള ഫിനിഷൊക്കെ കണ്ടാൽ നമുക്ക് നേരത്തെ പറഞ്ഞ ജയൻ മാജിക് നമുക്കിതിൽ കാണാൻ വേണ്ടി സാധിക്കും. പിന്നെ കൗണ്ടർ ടോപ്പിന് പുറമെ പിന്നെ ഇതിനകത്ത് വരുന്ന മറ്റൊരു കാര്യം, ഈ കിച്ചൺ ഭാഗത്ത് വരുന്ന വാളിൽ വരുന്ന ടൈലാണ്. അത് ലാമിറ്റിൻ്റെ ഒരു സ്പെഷ്യൽ സീരീസിൽ പെട്ടിട്ടുള്ള ഒരു ടൈലാണ്, ഒരു സിംഗിൾ പീസസ് ആയിട്ട് വരുന്നതാണിത്. വളരെ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിട്ട് അത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഹൂട്ടീക്കിൻ്റെ ഒരു മറ്റേ കിച്ചൺ സിങ്കും അതുപോലെ തന്നെ കെറോവിറ്റിൻ്റെ ടാപ്പൊക്കെ വെച്ചിട്ട് ആ ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ട്, ചെറിയതാണെങ്കിലും വളരെ ഭംഗിയായിട്ടുള്ളൊരു കിച്ചൺ ക്യാബിനറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇനി മറ്റൊരു സ്പെഷ്യലായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ സ്റ്റെയറിൻ്റെ അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഭംഗിയുള്ളൊരു സ്പേസ് ഉണ്ട്. നമുക്കിത് ഇതൊരു പ്രയർ ഏരിയ ആക്കിയിട്ടും അതുപോലെ തന്നെ ഒരു റെസ്റ്റ് എടുക്കാനുള്ള ഏരിയ ആക്കിയിട്ടൊക്കെ യൂസ് ആവുന്ന രീതിയിൽ ആ ഭാഗത്തിന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ കോമൺ ഏരിയത്തെ കാര്യങ്ങൾ. ഡൈനിങ് ടേബിൾ ആണെങ്കിൽ വളരെ മനോഹരമാക്കിയിട്ട് ഉള്ള ഒരു ഭംഗിയുള്ളൊരു വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റിയൊരു ചെയറും അതിൻ്റെ ടൈൽ ടോപ്പിംഗ് ചെയ്തിട്ടുള്ള ഡൈനിങ് ടേബിളൊക്കെ ആയിട്ടത് മനോഹരമായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കോമൺ ഏരിയയിലത്തെ കാര്യങ്ങൾ. ഈ വീട്ടിലെ റൂമുകൾ നമുക്ക് നോക്കാം. അപ്പോൾ റൂമുകളിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഫ്ലോറിൽ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ടൈൽസ് തന്നെയാണ്, 6x4 സൈസിലുള്ള സെയിം ടൈൽ തന്നെയാണ് എല്ലാ റൂമുകളും യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ റൂമിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കബോർഡ്സും അതിൻ്റെ കോട്ടും അതിൻ്റെ മൊത്തം കർട്ടൻസൊക്കെ പുറത്തുള്ള അതേ വൈബിനെ മാച്ച് ചെയ്തുകൊണ്ടാണ് അത് ആ ഒരു ഇൻറ്റീരിയറിൻ്റെ ആ മിനിമൽ ഒരു രീതിയിൽ കൊണ്ടുപോയിട്ടുള്ളത്. ഇനി ഈ വീട്ടിലെ ടോയ്ലറ്റുകളിലേക്ക് പോയി കഴിഞ്ഞാൽ, ടോയ്ലറ്റുകളിൽ യൂസ് ചെയ്തിട്ടുള്ളത് 4x2 സൈസിലുള്ള ക്യുബാനോൻ്റെ മാറ്റ്, അതായത് സാൻഡ് മാറ്റ് എന്ന് പറയുന്ന ഒരു ടൈല് ഫ്ലോറിലും അതിൻ്റെ സാൻഡ് ഗ്ലോസി എന്ന് പറഞ്ഞ ടൈല് വാളിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ബെൽവിറ്റിൻ്റെ ആണ് സാനിറ്ററി ഐറ്റംസ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ CP ഫിറ്റിംഗ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് കെറോവിറ്റിൻ്റെയാണ്. അതുപോലെ തന്നെ ഗബ്രിറ്റിൻ്റെ ടാങ്കും, അതായത് കൺസീൽഡ് ടാങ്കും അതുപോലെ തന്നെ ഗബ്രിറ്റിൻ്റെ ബട്ടണുമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടിട്ടുണ്ടാവുമെന്ന് കരുതാണ്, ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതാണ്. മറ്റൊരു വീഡിയോയുമായിട്ട് അധികം വൈകാതെ കാണാം. നിങ്ങളെ ഒരിക്കൽ കൂടെ ഞങ്ങൾ ഞങ്ങളുടെ ഷോറൂം വിസിറ്റ് ചെയ്യാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. ഒരു ചായ കുടിച്ച് പരിചയപ്പെട്ട് പോവാം. ഓക്കെ, ബൈ ബൈ.